നമ്മുടെ നാടും നഗരവുമൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മറ്റു തിരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് നാം അടുത്തറിയുന്ന, നമ്മെ പരിചയമുള്ള, സുപരിചിതരായ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, സുഹൃത്ത് വലയങ്ങളിലുള്ളവരൊക്കെ ആയിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതുകൊണ്ട് തന്നെ ഏറെ കാര്യം ശ്രദ്ധിക്കേണ്ടതായി നമുക്കുണ്ട്. മറ്റു തിരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് വീറും വാശിയും ഒക്കെ കൂടാനും അതൊരു കാരണമായി തീരുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഗ്രാമസഭയേക്കാളും നഗരസഭയേക്കാളും വലുത് മഹ്ശറ സഭ എന്ന ഒരു സഭയുണ്ട് എന്ന ഒരു ബോധം അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ ഒരു ബോധത്തിലും ആ ഒരു താളത്തിലുമായിരിക്കണം മുഅ്മിൻ സഞ്ചരിക്കേണ്ടതെന്നാണ് ഇന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും അരാഷ്ട്രീയവാദിയായി ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണം എന്നല്ല. രാഷ്ട്രീയം എന്നത് നമ്മുടെ ഭാഗമാണ്. നാം രാജ്യസ്നേഹികളാണ്. ആ രാജ്യത്തിൻ്റെ പുരോഗനാത്മക പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനും രാഷ്ട്രീയ പ്രവർത്തനം അനിവാര്യം തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ഇടപെടുന്ന അവസരത്തിൽ നമ്മുടെ ആഖിറം മറന്നുള്ള ഇടപെടലുകളോ നമ്മുടെ ആഖിറം മറന്നുള്ള പ്രവർത്തനങ്ങളോ ആയി മാറരുത് എന്നാണ് ഒരു മുഅ്മിൻ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഏതൊരു കാര്യവും തീരുമാനിക്കപ്പെടുന്നത് അവന്റെ നിയ്യത്ത് അനുസരിച്ചാണ്. അപ്പൊ നമ്മുടെ നിയ്യത്ത് നന്നായിട്ടുണ്ട് എങ്കിൽ ഒരുപാട് സേവനം ചെയ്യാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ അവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരമാണ് രാഷ്ട്രീയ പ്രവർത്തനം. വെള്ളമെത്തിക്കുന്നു, വീടുണ്ടാക്കി കൊടുക്കുന്നു, റോഡ് സംവിധാനിച്ചു കൊടുക്കുന്നു, കരണ്ട് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നേടിയെടുക്കേണ്ടതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ച് അവനെ സന്തോഷം വരുത്തി തീർക്കാൻ കഴിയുന്ന ഒരു മാർഗം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുൻ നാസി അൻഫഉഹുൻ ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ, നല്ലവൻ. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ എന്നാണ്. ഏറ്റവും അടുത്തവൻ അൻഫഉഹുൻ ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് എന്നാണ്. ആ ഉപകാരം നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന അവസരത്തിൽ പടച്ച റബ്ബ് നമ്മോട് കൂടെ ഉണ്ടാകുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. തന്റെ സഹോദരനെ സ്നേഹിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ സമയത്ത് മറ്റുള്ളവന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ഈ മനുഷ്യന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ഇതുകൊണ്ട് കൊയ്തെടുക്കാൻ കഴിയും. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ആഖിറം നഷ്ടപ്പെടരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ MCC എന്ന് പറയുന്ന പെരുമാറ്റച്ചട്ടം എന്ന ഒരു കാര്യം പുറപ്പെടുവിക്കാറുണ്ട്. ഇത് മത്സരിക്കുന്നവർ, രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ കൃത്യമായും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അതിലൂടെ താല്പര്യപ്പെടുന്നത്. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഒരാളുടെ വിജയം വരെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ഇടപെടലുകൾക്കും, അതവന്റെ വൈയക്തികമാവട്ടെ, സാമൂഹികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ,
ഏത് ഇടപെടലും നടത്തുമ്പോഴും അവന് ചട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചട്ട ലംഘനം ഒരിക്കലും വന്നു ചേരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ ആഖിറം നഷ്ടമാകും. മഹ്ശറ വൻസഭയിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതാണ് നാം ഈ തെരഞ്ഞെടുപ്പുകൾ നമ്മിലേക്ക് സംജാതമാകുമ്പോൾ, അതിന്റെ ഭാഗവാക്കാവുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. ഒന്നാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകളിലൊക്കെ കണ്ട ഒരു ഉമ്മ തന്നെ തന്റെ 2 മക്കൾക്ക് മത്സരത്തിന് വേണ്ടി പണം കൊടുക്കുന്നതിന്റെ ചിത്രം. സഹോദരങ്ങൾ മത്സരിക്കുന്നത് ഒരേ പാർട്ടിയിലല്ല, വ്യത്യസ്തമായ 2 പാർട്ടിയിലാണ്. ആ ഉമ്മ കൊടുക്കുന്നത് 2 പേർക്കും അത് കെട്ടിവെക്കാനുള്ള പണം കൊടുക്കുമ്പോൾ ആ 2 മക്കളും ചേരിയിൽ നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. അവ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെയാണ് മത്സരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന രാഷ്ട്രീയ പ്രവർത്തനമാവാൻ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം അതിനെ അകൽച്ചയുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാകരുത്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നീങ്ങിപ്പോകുന്നതാവരുത്. കൂടുതൽ അടുക്കാനുതകും വിധത്തിലുള്ള, ചേർത്ത് പിടിക്കാനുതകും വിധത്തിലുള്ള പ്രവർത്തനങ്ങളായി മാറണം. ഏറ്റവും വലിയ ബന്ധമാണ് നമുക്കുള്ള കുടുംബ ബന്ധം എന്നത്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞില്ലേ, അർറഹ്മു മുഅല്ലഖത്തുൻ ബിൽ അർശ്. കുടുംബ ബന്ധം നിരന്തരം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബ ബന്ധം എന്നത് അർറഹ്മു മുഅല്ലഖത്തുൻ ബിൽ അർശ്, അർശുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അധികാര പരിധിയായ പടച്ച തമ്പുരാന്റെ അധികാരത്തെ കാണിക്കുന്ന അർശുമായി കണക്ട് ചെയ്തിരിക്കുന്ന കുടുംബ ബന്ധം നിരന്തരം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയാൻ, അർറഹ്മു മുഅല്ലഖത്തുൻ ബിൽ അർശ്, അർശുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധം അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് മൻ വസലനി വസലഹുല്ലാഹ്, പടച്ച റബ്ബേ എന്നെ ചേർത്തു പിടിക്കുന്നവരെ നീ ചേർത്തു പിടിക്കണേ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ ആരാണോ വിച്ഛേദിക്കുന്നത് അവനെ നീ വിച്ഛേദിക്കണേ എന്ന് നിരന്തരം ഓരോ ദിവസവും അല്ലാഹുവോട് പ്രാർത്ഥിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബ ബന്ധം അറ്റുപോകുന്നതാവരുത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമായാൽ നമുക്ക് ദുനിയാവിൽ ഒരുപക്ഷെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിഞ്ഞേക്കാം. ആശ്രമാകുന്ന ലോകത്ത് വരുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും. നമ്മുടെ കുടുംബ ബന്ധം അല്ലാഹുവോട് എന്നും പടച്ചോനെ എന്നെ ചേർത്ത് പിടിക്കുന്നവന് നീ ചേർത്ത് പിടിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ ചേർച്ചയിൽ നമ്മൾ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ വിച്ഛേദിച്ച് നടക്കുന്നവനെ നീയും വിച്ഛേദിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ ശാപ പ്രാർത്ഥനയ്ക്ക് ഞാനും നിങ്ങളും പാത്രീഭവിക്കപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. രണ്ടാമതായി അധികാരം എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ആ അമാനത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നാളെയുടെ ലോകത്ത് ചോദ്യമുണ്ട്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പ്രഖ്യാപിക്കുകയാണ്, കുല്ലുകും റാൻ, നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുകും മസ്ഊലുൻ, നിങ്ങളുടെ ഓരോ ഉത്തരവാദിത്തത്തെ കുറിച്ചും നാളെയുടെ ലോകത്ത് ചോദ്യവും ചെയ്യപ്പെടുന്നതാണ്. ഫൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമിന് നാളെയുടെ ലോകത്ത് ചോദ്യമുണ്ട്, അയാൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. വറജുലു റാഇൻ അലാ അഹ്ലിഹി വഹുവ മസ്ഊലുൻ, ഏതൊരു വാപ്പയോടും ചോദ്യമുണ്ട് തന്റെ കുടുംബത്തെ കുറിച്ച്. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ, ഏതൊരു പെണ്ണിനോടും തന്റെ കുടുംബത്തെ കുറിച്ച് ചോദ്യമുണ്ട്, ഒരു കുടുംബിരിക്കുന്ന ആളെ ചോദ്യമുണ്ട്. വൽ അബ്ദു റാഇൻ അലാ മാലി സയ്യിദിഹി വഹുവ മസ്ഊലുൻ, ഒരു അടിമക്ക് തന്റെ ഉടമയുമായുള്ള ഉത്തരവാദിത്തത്തിൽ എന്തൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നാളെയുടെ ലോകത്ത് ചോദ്യമുണ്ട്. അഫഅലാ ഫകുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ സദഖ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു
ഹബീബായി തങ്ങൾ പറയാണ്, ഓരോരുത്തരും നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് എന്ന ബോധം വേണം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി നിങ്ങൾ ആർത്തി പിടിച്ച് ഓടാൻ പാടില്ല. എന്നാ പദത്തിൽ തന്നെ ആർത്തി എന്നാണ് ഉള്ളത്, അല്ലേ? അല്ല, അങ്ങനെയല്ലേ, സ്ഥാനാർത്ഥി എന്നാണ് ഉള്ളത്. ഞങ്ങളൊന്ന് മലയാളത്തിലൊന്ന് പദാവലി ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. സ്ഥാനത്തെ ആഗ്രഹിച്ചവൻ എന്നതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കുതികാല് വെട്ടലും അപ്പുറത്ത് ചാടലും പുറത്ത് മറിയിലൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് ചാടലും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയല്ലേ. ഇത് പാടില്ല എന്ന ഒരു മുസ്ലിമായ മനുഷ്യന് പറ്റൂല എന്നാ പറയുന്നത്. ഹബീബായ തങ്ങൾ പറയാൻ, ഇന്നക്കും സതഹ്ദിസൂന അലൽ ഇമാറ. ഹബീബായ തങ്ങൾ പറയുന്നു, ഇന്നക്കും സതഹ്ദിസൂന അലൽ ഇമാറ. നിങ്ങൾ ഇമാറത്തിന് വേണ്ടി, നേതൃത്വ സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും അതിന് അത്യാഗ്രഹം കാണിക്കുന്നവരുമായി ഒരു കാലം വരും. എന്നാൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഖേദിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ വരുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അലാ തസ്തഅമിലുനി, നബിയേ എന്നെ അങ്ങേക്ക് ഒരു ഗവർണറാക്കി കൂടെയോ? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരെയും ഓരോ പ്രദേശങ്ങളിലേക്ക് ഗവർണറായി പറഞ്ഞയച്ചപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നബി തങ്ങളോട് അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒന്ന് പറയാ, നബിയേ എനിക്കും അധികാരം തന്നുകൂടെയോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ മഹാനവറുകൾ പറയാണ്, ഫളറബ ബിയദിഹി അലാ മൻകിബി, തങ്ങളുടെ കൈകൊണ്ട് എന്റെ ചുമലിൽ ഇങ്ങനെ തട്ടി. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ, അതല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി സന്നദ്ധമാണ് എന്ന നിലയിൽ ചെന്ന മഹാനവറുകളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഗൗരവമായ വിഷയമാണ് ഈ പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ മഹാനായ അബൂ ദർ തങ്ങളുടെ ചുമലിലെ തട്ടിയിട്ട് ശ്രദ്ധ ക്ഷണിച്ചിട്ട് തങ്ങൾ പറയാണ്, യാ അബൂ ദർറേ ഇന്നക ദഈഫുൻ, നിങ്ങളൊരു ദഈഫായ മനുഷ്യനാണ്. നിങ്ങളൊരു ദഈഫായ മനുഷ്യനാണ്. പലപ്പോഴും ചിലപ്പോൾ ജനങ്ങളുമായി ഇടപഴകുമ്പോ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. റസൂലുള്ളാഹിക്ക് ഓരോ സഹാബിയെയും കുറിച്ചറിയാം. അവരുടെ പരിസ്ഥിതി അനുസരിച്ച്, അവരുടെ ഇടപെടലനുസരിച്ച്, അവരുടെ ശാരീരിക ക്ഷമതയനുസരിച്ച് അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാറുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവുമായ ക്ഷമത അനുസരിച്ചാണ് അവരെ എല്ലാവരെയും ഉത്തരവാദിത്തം ഏൽപ്പിക്കാറുള്ളത്. അപ്പൊ എന്നെന്താണ് ഏൽപ്പിക്കാത്തത് എന്ന ഒരു സ്വാഭാവികമായ ഒരു ടെൻഷനോ അല്ലെങ്കിൽ മാനസികമായ ഒരു വിഷമോ വന്നപ്പോ ചോദിച്ചതാണ്. അപ്പൊ മഹാനവറുകളോട് പറഞ്ഞു, ഇന്നക ദഈഫ്, അങ്ങ് ദഈഫായവരാണ്. പക്ഷേ വഇന്നഹാ അമാനത്തുൻ, നീ ചോദിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ലൈഫായ താങ്കൾക്ക് അത് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ വരുമ്പോൾ അത് വലിയ നിന്ദ്യതയും അങ്ങ് വിരല് കടിക്കേണ്ട അവസ്ഥയും വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊരു ഉത്തരവാദിത്വം വന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നന്നായി ചോദ്യം ചെയ്യപ്പെടും. ഈ ഒരു ബോധം നമുക്കെല്ലാവർക്കും വേണം. ഏത് വിഷയത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇന്ന് നമ്മളൊക്കെ അങ്ങനെ ആവേശം കൊള്ളുന്നവരാണ്. ഞാനാവാം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, ഞാനായിരിക്കണം അതിന്റെ മുൻപന്തിയിലുള്ളത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോ ഈ ദുനിയാവിലെ ചില സാഹചര്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയുണ്ട്, ചോദ്യം ചെയ്യലുണ്ട്, അതൊക്കെ കഴിഞ്ഞേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ എന്ന ആഖിറത്തെ കുറിച്ചുള്ള ബോധം എനിക്കും നിങ്ങൾക്കും വേണം. അതുകൊണ്ടല്ലേ മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്,
ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഅലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീൻ അവരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് വേണ്ടി സ്വഹാബത്ത് ഒരു സംഘമായി മാറുകയും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്ത സാഹചര്യം ഖിലാഫത്തുർ റാഷിദയിലടക്കം വലിയ ചർച്ചകളുണ്ട്, ചരിത്രത്തിലുണ്ട്. അന്നേരം അവരൊക്കെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് കിട്ടുമല്ലോ എന്നതിന്റെ പേരിൽ അവരെ ഏറ്റെടുക്കാൻ വന്നവരല്ല. മറിച്ച് അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയൂല, നാളെ ആഖിറത്തിൽ ഓരോ വിഷയത്തെക്കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യും, ഞങ്ങളിത് ഏറ്റെടുക്കാനില്ലെന്ന് പറഞ്ഞ് പിന്നോട്ട് പോയി മാതൃക കാണിച്ചവരാണ് എന്റെ സഹോദരങ്ങളെ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഭരണം ഏറ്റെടുത്തതിന് ശേഷം രാത്രി ഉറക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ രാത്രി മുഴുവൻ സഞ്ചാരം. എന്താ കാരണം? ജനങ്ങളുടെ ക്ഷാമക്ഷേമങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പാലത്തിൽ നിന്ന് ഒരാട് വീണുപോയി, അങ്ങനെ കാലൊടിഞ്ഞു പോയി. ഈ വാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അല്ലാഹ് പടച്ച റബ്ബേ, അതിനെ കൈവരി ഞാൻ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആ ആട് ചാടിപ്പോകുമായിരുന്നില്ലല്ലോ, വീണുപോകുമായിരുന്നില്ലല്ലോ, അതിന് അപകടം പറ്റുമായിരുന്നില്ലല്ലോ. എന്റെ ഒരു അശ്രദ്ധ കുറവല്ലേ, നാളാഖിറത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതാണ് ഇമാറത്ത് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമാണ്, നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് ചോദ്യമുണ്ട് എന്ന നല്ല ബോധം മുഅ്മിനായ മനുഷ്യന് വേണം. വിശാലമാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ലെന്നാണ്. പലപ്പോഴും ഞാൻ അത് ശരിയാക്കി തരാം, ഞാൻ വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും, ഇത് നടപ്പിലാക്കും, നിങ്ങളെ പൊരന്നെ പൊളിച്ച് ഞാൻ പന്തിലിട്ട് തരുമെന്നൊക്കെ പറയും. കേട്ടിട്ട് വലിയ സന്തോഷമായിരിക്കും നമുക്കല്ലേ. അത് നടപ്പിലാക്കി കൊടുക്കണം. അത് നടപ്പിലാക്കി കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അവിടെന്ന് പറയാണ്, ആയത്തുൽ മുനാഫിഖി സലാസ, നിഫാഖിന്റെ ലക്ഷണം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, അവൻ വായ തുറന്നാൽ കള്ളമേ പറയുകയുള്ളൂ. കള്ളം പറയുന്നവരായി മാറാൻ പാടില്ല. വഇന്നൽ മുഅ്മിന ലാ യക്ദിബു എന്നല്ലേ, മുഅ്മിനായ മനുഷ്യൻ കള്ളം പറയൂല. മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുമോ? വ്യഭിചരിച്ചേക്കാം. കള്ളു കുടിക്കുമോ? സാഹചര്യങ്ങളിൽ അകപ്പെട്ട് ചെയ്തേക്കാം. പക്ഷേ മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും അവൻ കള്ളം പറയില്ലെന്നല്ലേ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. കള്ളം പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാനാണ്. وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وإن الرجل لا يكذب حتى يكتب عند الله كذابا. ഒരു മനുഷ്യൻ അയാൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്നത് തമ്മാടിത്തം, അത് നരകത്തിലേക്ക് നയിക്കുന്നതാണ്. അങ്ങനെ ഒരു കള്ളം പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ കള്ളം പറഞ്ഞ് കദ്ദാബ് എന്ന സീൽ വെക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ പൊള്ളയായ വാഗ്ദാനം ഒന്നും കൊടുക്കാൻ പറ്റില്ല, ചെയ്യാൻ കഴിയുന്നതേ പറ്റൂ. എന്ന് മാത്രമല്ല, ഇനി വാഗ്ദാനം കൊടുത്താലോ, രണ്ടാമത് മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞത് വൈദാ വഅദ ഖലഫാ, മുനാഫിക്കായ മനുഷ്യൻ അവൻ ഏതെങ്കിലും ഒരു വാഗ്ദത്തം കൊടുത്താൽ അത് ലംഘിക്കുന്നവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാഗ്ദത്തം ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. കൊടുത്ത വാഗ്ദത്തം അത് അവൻ പൂർത്തീകരിച്ചു കൊടുത്തേ മതിയാവുകയാണ്. അവൻ തന്നിടവനോട് മത്സരിച്ചാൽ പോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത്, പരദൂഷണം പറയാൻ പാടില്ല. ഗീബത്തും നമീമത്തും ഹലാലായ മാർഗമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ. ചിലർ തന്റെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ ഇകഴ്ത്താൻ വേണ്ടി പലവിധങ്ങളായ ചൊപ്പടി വിദ്യകളും അവന്റെ കുറ്റവും കുറവും എടുത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒക്കെ നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നവരെയാണ്. അതിലൊന്നും ഒരാളും ഭാഗവാക്കാവാൻ പാടില്ല. അതൊന്നും ഏതിന്റെ പേരിലായാലും ഏത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും പറ്റില്ല.
ഒരു മനുഷ്യനെയും വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. വ്യക്തിഹത്യകൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്തിന്റെ പേരിലായാലും ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുന്നവരാവണം. അതില്ലാതെ പോകുമ്പോഴാണ് അവനാഴിലെ അവസാനത്തെ അമ്പം തീർന്നു പോകുമ്പോഴാണ് മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കിയിട്ട് അവൻ എന്നോ ചെയ്ത തെറ്റുകൾ എടുത്തു വെച്ച് അത് പ്രചരിപ്പിക്കുന്നവരായി മാറുന്നത്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മറ്റുള്ളവന്റെ ഗീബത്ത് പറയാൻ പാടില്ല. വിശുദ്ധമായ ഖുർആൻ അതിനെ താക്കീത് ചെയ്തത് നോക്കൂ നിങ്ങൾ. വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല. എന്നിട്ട് അതിന്റെ ഗൗരവം ഖുർആൻ പറയുന്നത് അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങളെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം കഷ്ണിച്ചെടുത്ത് നിങ്ങൾ കഴിക്കുകയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എത്ര വെറുപ്പുണ്ടാവും നമുക്ക്. ആ വിഷയം എടുത്തിട്ട് ചോദിക്കുകയാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഗീബത്ത്. അതൊരിക്കലും രാഷ്ട്രീയത്തിന്റെ പേരിൽ അനുവദിക്കപ്പെട്ടതല്ല. മറ്റുള്ളവന്റെ ഐബുകൾ അന്വേഷിച്ചു പോകാൻ പാടില്ല. അങ്ങനെ മറ്റുള്ളവന്റെ ഐബ് അന്വേഷിച്ചു പോയാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നബി തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഒരാളുടെ ഐബ് അന്വേഷിച്ചു പോയാൽ ലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ ഫഇന്ന മൻ തതബ്ബഅ ഔറാതിഹിം തതബ്ബഅ അല്ലാഹു ഔറതഹു. നാം മറ്റൊരാളുടെ ഉള്ളറകൾ അന്വേഷിച്ചു പോയാൽ, ചികഞ്ഞന്വേഷിക്കുന്നവരായാൽ, അയാൾ എന്തൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് പുറത്തിടാൻ പോയാൽ സംഭവിക്കുന്നത് അല്ലാഹു നമ്മുടെ രഹസ്യങ്ങളെ പരസ്യമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറയാണ്. അല്ലാഹു നമ്മളെ ഫോളോ ചെയ്യും. വമൻ തതബ്ബഅ ഔറതഹു, അല്ലാഹു നമ്മെ ഫോളോ ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഫളഹു ഫീ ബൈതിഹി. ആ പ്രയോഗത്തിന് വല്ലാത്ത ഒരു ചാരുതയുണ്ട്. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. അവന്റെ വീട്ടിൽ വെച്ച് അവനെ വഷളാക്കും എന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടിൽ തന്നെ അവനെ വഷളാക്കി കളയും. അവന്റെ സ്നേഹജനങ്ങൾക്ക് മുന്നിൽ, അവന്റെ കുടുംബക്കാർക്ക് മുന്നിൽ, അവനെ അറിയുന്നവരുടെ മുന്നിൽ ഏത് വിഷയം എടുത്തിട്ടാണോ തന്റെ എതിർ പാർട്ടിക്കാരനെ എതിരെ നിൽക്കുന്നവനെ വഷളാക്കിയത്, അതേ കാരണം അവൻ മരിക്കുന്നതിന് മുന്നിൽ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവനെ വഷളാക്കി കളയും എന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ മുഅ്മിനായ മനുഷ്യന്റെ കരുതൽ വേണം, നല്ല ശ്രദ്ധ വേണം. ഈമാൻ പോകുന്ന ആഖിറം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വിധത്തിലുള്ള ഇടപെടലുകളും ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ അവൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മറ്റൊരാളുടെ വിഷയത്തിൽ ഇടപെടുക. അതിന് വേണ്ടിയാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് അവൻ ഒരുപാട് ഖൈറാത്തുകൾ നാളെ ആഖിറത്തിൽ ലഭിക്കും. പക്ഷേ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നിസ്കാരം ഖദാ ആയി പോകുന്നവനാവാൻ പാടില്ല. അവനന്റെ നിസ്കാരമൊന്നുമില്ല, ഒക്കെ രാഷ്ട്രീയ പ്രവർത്തന നിസ്കാരമൊന്നുമില്ല, അതൊക്കെ ഖദാണ്. എന്നാ പിന്നെ ഇതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. അതുകൊണ്ട് അവന്റെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അതിൽ വലിയ നേതൃത്വം നൽകുകയും അതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത് എത്രത്തോളം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിത്തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അന്ന് റമദാനാണ്. റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവാണ്. അന്ന് അദ്ദേഹം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയം ഇല്ലാതെ നിന്നിട്ടില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴും അവരെ ദീനിന് കുറവ് വന്നിട്ടില്ല, അവരെ ദീന് പോയിട്ടില്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ. മാതൃകാപരമായി ദീന് മുറുകെ പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കണം.